ഹായ്, SP അരുളിലാണ്. നടൻ വിനായകനോട് അദ്ദേഹത്തിന്റെ അനവസരത്തിലുള്ള പല പ്രതികരണങ്ങളോടും വിയോജിപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്നലെ അദ്ദേഹം ഈ നാട്ടിലെ ഒരു അഖില ലോക അലവലാതി സംഘിയായിട്ടുള്ള TG മോഹൻദാസിന് സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്ത പോസ്റ്റിന് ഒരു ഉഗ്രൻ കയ്യടി തന്നെ സമൂഹം കൊടുക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ നാട്ടിലെ സ്ത്രീകളെല്ലാം ബലാത്സംഗം ഇഷ്ടപ്പെടുന്നു എന്ന് TG മോഹൻദാസ് അങ്ങ് വിധി എഴുതിയിരിക്കുകയാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ ആലോചിക്കുക, ഒരു വ്യക്തിക്ക് എങ്ങനെയായിരിക്കും അതിനെക്കുറിച്ച് അറിവുണ്ടാവുക? സ്വന്തം വീട്ടിലെ സഹോദരിയോ അമ്മയോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇങ്ങനെ സ്ത്രീകളെന്ന് പറഞ്ഞാൽ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്, എന്നെ കയറി ബലാത്സംഗം ചെയ്യുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതെന്ന് ഒരു അമ്മ മകനോടോ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ അയാളുടെ ഭാര്യ ഇവരൊക്കെ അവരോട് പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറ്റം പറയാൻ പറ്റില്ല. അത് ഉള്ളിലുള്ള കാര്യം സമൂഹത്തിനോട് പറയുന്നു എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നാട്ടിലുള്ള സ്ത്രീകൾ ഇങ്ങനെയൊക്കെയാണ് ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്ന് തോന്നിക്കൊണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ സ്ത്രീകളായിട്ടുള്ളവരെ ചെരുപ്പൂരി ചെവുക്കുറ്റിക്ക് ഒന്ന് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഉള്ള അടുത്തൊക്കെ ഉള്ള സ്ത്രീകൾ ചെയ്യേണ്ടത്. കാര്യം സ്ത്രീകളെക്കുറിച്ചൊക്കെ ഈ മാന്യൻ ചമഞ്ഞ് അല്ലെങ്കിൽ വളരെ പക്വമതിയായിട്ടൊക്കെ സംസാരിക്കുന്ന ഈ അലവലാതിയിലൊക്കെ ഉള്ളിൽ എന്താണെന്നുള്ളത് ഈ സംഘി മനസ്സുകൾ എത്രത്തോളം വിഷമാണ്, അവരുടെ ചിന്താഗതി എത്രത്തോളം മ്ലേച്ഛകരമാണ് എന്നതിൻ്റെ തെളിവാണ്. എന്തായാലും അതിനെ സംബന്ധിച്ച് വിനായകനിട്ട ഫേസ്ബുക്ക് കുറിപ്പ് വളരെ വൈറലാണ്. അത് നാട്ടുകാരൊന്ന് കാണണം. ശരി, വൈകിയാണെങ്കിലും നിങ്ങളത് അറിയേണ്ടതുണ്ട്. അതായത് ഇതാണ് ആ പോസ്റ്റ്. ആ പോസ്റ്റിലെ വാചകം കണ്ടോ? നിന്റെ അമ്മ ബലാത്സംഗം ചെയ്ത് ഉണ്ടാക്കിയത് പോലെ അല്ലടാ മറ്റുള്ള സ്ത്രീകൾ. ഈ നാട്ടിലെ എല്ലാ സ്ത്രീകളും നിന്റെ അമ്മ ബലാത്സംഗം ചെയ്യുന്നത് പോലെ ഇഷ്ടപ്പെടുന്നവരല്ലടാ ഡാഷ് വീണുണ്ടായ മോനെ എന്നാണ് കമൻറ്റ്. ആ ഡാഷൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആ സ്ത്രീ ജീവിച്ചിരിക്കാൻ വഴിയില്ല. പക്ഷേ സ്വന്തം തള്ളയെ നാട്ടുകാരെ കൊണ്ട് വെർബൽ റേപ്പിന് എറിഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. അവരിപ്പോൾ കുഴി കിടന്നിട്ട് ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇങ്ങനെ ഒരുത്തന് ജന്മം കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ കുഴി കിടക്കുമ്പോഴും അവരെ സംബന്ധിച്ച് ഈ നാട്ടുകാർ ഈ പ്രായത്തിലൊക്കെ അവരെ എടുത്തിട്ട് അലക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് അയാൾ എങ്ങനെയാണോ ഈ നാട്ടിലെ കുറേയേറെ സ്ത്രീകളെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെല്ലാം റേപ്പ് ഇഷ്ടപ്പെടുന്നു. പഴയ കാലത്തിലെ ഏതെങ്കിലും മറ്റേ മുത്തുച്ചിപ്പിയോ അല്ലെങ്കിൽ ഫയർ വാരികളൊക്കെ വായിച്ചിട്ട് ആ കഥകളൊക്കെ അത് യാഥാർത്ഥ്യം എന്ന് വിചാരിക്കുന്ന ഇവനെപ്പോലുള്ള അലവലാദികളാണ് ഈ നാട്ടിൽ സംഘികളെ ഉദ്ധരിക്കാൻ നടക്കുന്നത്. എണീറ്റ് നിന്ന് നേരെ, അതായത് മറ്റേ നമ്മുടെ ജന്തർ മന്ദിറിലെ സമരത്തെക്കുറിച്ചൊക്കെ പറയുന്ന കേട്ട് ഡയലോഗ്, അതായത് എല്ലാത്തിനെയും വെടിവെച്ചിടണം എന്നുള്ള ഡയലോഗൊക്കെ പറയുന്ന കേട്ടപ്പോൾ ഞാനായിരുന്നെങ്കിൽ അങ്ങ് ചെയ്യുമായിരുന്നെന്ന്. എണീറ്റ് നിന്ന് ഒരു വിടാനുള്ള ശേഷിയില്ല, അപ്പം വീണ് കണ്ണടയ്ക്കും. അങ്ങനെയുള്ള ഈ മഹാനൊക്കെ ഇരുന്ന് അടിക്കുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരടിക്ക് തികയോ? അതുമില്ല. കാര്യം എണീറ്റ് നിന്ന് നേരെ ചെവ്വേ ഒരു വർത്തമാനം പറയാനുള്ള ശേഷിയുണ്ടോ? പക്ഷേ അവരുടെയൊക്കെ ആത്മീയ ആചാര്യനാണ്, അവരുടെയൊക്കെ എന്തോ വലിയ ബുദ്ധിജീവിയായിട്ട് കൊണ്ട് കിടക്കുന്ന ഈ അലവലാതിയൊക്കെ എന്താണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. എന്തായാലും വിനായകൻ അതിനെ സംബന്ധിച്ച് പലപ്പോഴും അനവസരത്തിൽ പല കാര്യങ്ങളിലും കയറി അഭിപ്രായ പ്രകടനം നടത്തിയതിനോട് വിയോജിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള അലവലാദികൾക്ക് അതേ അലവലാതി ടോണിലുള്ള മറുപടിയാണ് അർപ്പിക്കുന്നത്. അതുകൊണ്ട് TG മോഹൻദാസിനെ പോലുള്ള യവനെയൊക്കെയാണ് പല ചാനലുകൾ, പല ഓൺലൈൻ മഞ്ഞക്കാർ എന്തിനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധിജീവിയോ വിവരം കൊണ്ടല്ല, എന്ത് അലവലാദിത്തനും പറയാൻ അറിയാവുന്ന ഒരു നാവും സംഘികൾക്ക് കോരിത്തരിപ്പിക്കുന്ന ചില അവരുടെ ഇഷ്ടങ്ങൾ അറിയാലോ, അത്തരം കാര്യങ്ങൾ പറയാൻ ശേഷിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇതുപോലുള്ള ഈ കാലന് പോലും വേണ്ട കാര്യം പറഞ്ഞു കേൾക്കില്ലേ, എത്രയോ നല്ല മനുഷ്യർ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ആക്സിഡന്റിൽ പെട്ടോ അല്ലെങ്കിൽ കുഴഞ്ഞു വീണൊക്കെ മരിച്ചു പോകുന്നു. ഇവനൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും ചാവാൻ പോലും പോകുന്നില്ല. ഈ ഭൂമിക്ക് ഭാരമായിട്ട് കിടക്കും ഇങ്ങനെ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ മോശം പറയാനും സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറയുന്ന ഇമാതിരി അലവലാതി. കാര്യം ഇയാളുടെ മകൾ അങ്ങനെ ആയിരിക്കണം, ഇയാളുടെ ഭാര്യ അങ്ങനെ ആയിരിക്കണം, ഇയാളുടെ അമ്മ അങ്ങനെ ആയിരിക്കണം, സഹോദരി അങ്ങനെ ആയിരിക്കും. കാര്യം ഇവരൊക്കെ ഇതായതുകൊണ്ടാണല്ലോ ഇയാളുടെ ഒരു പൊതുചിന്ത രൂപപ്പെട്ടിരിക്കുന്നത്, സ്ത്രീകളെല്ലാം ബലാത്സംഗം ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള അലവലാതിത്തനത്തിന് വിനായകൻ കൊടുത്ത മറുപടി, അതിനോളം വന്ന ക്ലാസ് മറുപടി വേറെ ഇല്ല എന്ന് പറയേണ്ടി വരികയാണ്.